ഈ പെണ്ണ് തന്റെ സൂപ്പർ പവർ കൺട്രോൾ ചെയ്യുന്നതിനായി കുഞ്ഞിലെ മുതൽ മെഡിസിൻ കഴിക്കുന്നു. ഒരു പ്രായത്തിന് ശേഷം അത് എന്തിനാണ് കഴിക്കുന്നതെന്ന് പോലും അറിയാതെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്റെ സൂപ്പർ പവർ എന്താണെന്ന് അവൾ തന്നെ മറന്ന് ഒരു ചെറിയ റെസ്റ്റോറന്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഓണർ അവളെ ഒരു അടിമയെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇത് കുറെ നാളായി ഒരു ഭിക്ഷക്കാരൻ നോട്ട് ചെയ്യുന്നു. അയാൾക്കും ഇവളെ പോലെ ഒരു സൂപ്പർ പവർ ഉണ്ട്. ഒരു ദിവസം അവളോട് ആ മെഡിസിൻ കഴിക്കുന്നത് നിർത്തി നോക്ക്, അപ്പോൾ നിന്റെ സൂപ്പർ പവർ എന്താണെന്ന് നിനക്ക് തന്നെ മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇവൾ അയാൾ പറഞ്ഞതുപോലെ തന്നെ ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം എന്നത്തെയും പോലെ ജോലിക്ക് വരുന്നു. അവിടെ വെച്ച് അറിയാതെ അലുമിനിയം ട്രേ തറയിലിടുന്നു. അത് ഒരു വശം കൊണ്ട് വളയുന്നു. ഈ ശബ്ദം കേട്ട് ഓണർ അവിടേക്ക് വരുന്നു. അതിനുള്ളിൽ അവൾ ആ ട്രേ ശരിയാക്കുന്നതിനായി കൈ കൊണ്ട് മടക്കുന്നു. നോക്കുമ്പോൾ ഇവൾ അതൊരു പേപ്പർ പ്ലേറ്റ് മടക്കുന്നത് പോലെ സിമ്പിളായി മടക്കുന്നു. അപ്പോഴാണ് തന്റെ സൂപ്പർ പവർ എന്താണെന്ന് അവൾക്ക് തന്നെ ഓർമ്മ വരുന്നത്. അതിനുള്ളിൽ ഓണർ അവിടേക്ക് വന്ന് ആ ട്രേയുടെ അവസ്ഥ കണ്ട് ഇവളോട് മോശമായി സംസാരിക്കുന്നു. അത് കേട്ട് ദേഷ്യം വന്നവൾ ഓണറിനെ ഒറ്റ കൈ കൊണ്ട് ഉയർത്തുന്നു. അത് കണ്ട് ഓണർ ഷോക്കാവുന്നു. പിറ്റേ ദിവസം മുതൽ അവളോട് നല്ല രീതിയിൽ പെരുമാറുന്നു. അതുപോലെ തന്നെ അവരുടെ റെസ്റ്റോറന്റിന് പുറത്ത് ഒരു കസ്റ്റമർ എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ വികലാംഗരുടെ സ്ലോട്ടിൽ കാർ നിർത്തിയിരിക്കുന്നു. കുറെ നാളായി ഇവൾ അവരോട് അതിനെപ്പറ്റി സംസാരിക്കുമെങ്കിലും അവർ അത് മൈൻഡ് ആക്കുന്നില്ല. ഇന്നും അതുപോലെ നിർത്തിയിരിക്കുന്നത് കണ്ട് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് ഇവൾ ആ കാർ അടുത്ത പാർക്കിംഗ് സ്ലോട്ടിലേക്ക് തള്ളി നീക്കുന്നു. അന്ന് അവൾ വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ കുറച്ചുപേർ അവളോട് മോശമായി പെരുമാറുന്നു. അവരുടെ കഷ്ടകാലത്തിനാണ് ഇവളുടെ അടുത്ത് വന്നുപെട്ടത്. അവൾ അടിച്ചടിയിൽ 4 പേരും 4 വഴിക്ക് പറന്നു പോകുന്നു.